ഹലോ, പിന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാളിന്റെ സമയത്തോ അല്ലെങ്കിൽ ഗസ്റ്റുകൾക്ക് വരുന്ന സമയത്തോ സൽക്കാരങ്ങൾക്കോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡെസേർട്സിന്റെ ഒക്കെ റെസിപ്പീസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഓരോ ഡെസേർട്സും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് പുഡിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ക്യാരറ്റ് പുഡിങ്ങിനുള്ള ക്യാരറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കളറിലുള്ള ക്യാരറ്റ് തന്നെ എടുക്കണം കേട്ടോ, എന്നാലുള്ള പുഡിങ്ങിന് നല്ല കളർ കിട്ടുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇതിലേക്കൊരു 3 ക്യാരറ്റ് എടുത്തിട്ട് തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. വേറെ നമുക്ക് ഒരു 2 ക്യാരറ്റും കൂടെ, 1 ക്യാരറ്റോ 2 ക്യാരറ്റോ ഒക്കെ ഡെക്കറേഷനും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഒരു കുരു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ 2 ചെറിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് കുക്കായി വന്നിട്ടുണ്ട്. അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതും അവിടെ മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അപ്പൊ ചൈന ഗ്രാസ് പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ 10 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ചൂടാറി വന്നിട്ടുള്ള നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 525 മില്ലിയുടെ ഒരു പാക്കറ്റ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ടൻസ്ഡ് മിൽക്കിന്റെ മധുരം മാത്രം ഇതിലേക്ക് ഉണ്ടാവില്ല. അപ്പൊ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഇത് അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ അതേ സമയം തന്നെ നമ്മൾ ചൈന ഗ്രാസും ഇവിടെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതും ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മെൽറ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് ചൂടായി വന്നിട്ടുള്ള ഈ ഒരു ക്യാരറ്റിന്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കണ്ട കേട്ടോ, തിളക്കുന്നതിന് മുന്നേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തിളക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂടായി ആവി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മുടെ ചൈന ഗ്രാസിന്റെ മിക്സ് മെൽറ്റായത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് അരിച്ചിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അപ്പൊ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മുകൾ ഭാഗമൊക്കെ നമ്മൾ പുറത്തിരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് സെറ്റ് ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അത് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതും കൂടെ ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഈ ഒരു പുഡിങ് സെറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ അടുത്തത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പൊ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രൗണിയിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കൊക്കോ പൗഡറിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ഒരു 3 മുട്ട ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചു കൊടുക്കുന്ന ബൗൾ ഡ്രൈ ആയിക്കണം കേട്ടോ, വെള്ളത്തിന്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ലൊരു ക്രീം പരുവത്തിലാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തതുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടി ചേർത്ത് കൊടുത്തിട്ടും ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ വെച്ചിട്ട് ചെയ്യണമെന്നില്ല, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കരുത്, ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആയി വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ചെടുത്തത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു അലുമിനിയത്തിന്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലും വേണമെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവനിലോ ഓവനില്ലാതെയോ ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനില്ലാതെ ബേക്ക് ചെയ്തെടുക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കേക്കുകളുടെ വീഡിയോസിലൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 45 മിനിറ്റ് ആണ് കേട്ടോ ഈ ഒരു ബ്രൗണി ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ബ്രൗണി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ബ്രൗണി സെർവ് ചെയ്യുക. ഐസ്ക്രീമിന്റെ കൂടെയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിന്റെ കൂടെയോ വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ബ്രൗണി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ നമുക്കിതിലേക്ക് 1.5 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ അത് ആദ്യം ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളൊന്ന് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ മാത്രം അതുമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഡയറി ക്രാഫ്റ്റിന്റെ ക്രീം ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1-2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ വേണ്ടത് ഇതുപോലുള്ള ചെറിയ സേമിയാണ്, നല്ല തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സേമിയന്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തിന്നായിട്ടുള്ള സേമിയ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സേമിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിതാ ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് പകുതി സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിന് മുമ്പ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താച്ച് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ നവാബി സേമിയയും അതുപോലെ ബ്രൗണിയും ചോക്ലേറ്റ് ബ്രൗണിയും ക്യാരറ്റ് പുഡിങ്ങും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.